ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ ആളൊക്കെ കടുപ്പാട്ടോടെ. എൻ്റെ ഒരു കഷ്ടകാലം നോക്കി എനിക്ക് ഇത് പണി കൂടുതൽ ദിവസം എൻ്റെ കെട്ടിയോടെ കടുപ്പ കണ്ട. അപ്പം അതേ അങ്ങനെ എന്താ പറയുക, ഭയങ്കര തീരെ വയ്യ, വേറെ തലവേദന. ഇന്നലെ ഗുളിക കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ അസുഖങ്ങൾ കൂടി വരിക. അപ്പോൾ ആ ഗുളിക കഴിച്ചപ്പോൾ തോന്നുന്നു എനിക്ക് തീരെ ഉറക്കം ഇല്ലാണ്ട്. ഉറക്കം കിട്ടിയിട്ടില്ല കേട്ടോ രാത്രി. പിന്നെ 5 മണി തൊട്ട് പണ്ടാറാണെങ്കിൽ അളറാൻ വെച്ചിട്ടേ എന്താ ശരീരത്തിന് ഇത്രയൊക്കെ വേദനയ്ക്കാൻ പറയുന്നു. കൊതിയാവാന് കിടന്നുറങ്ങ കേട്ടാ, കൊതിയാവാന്ന് കിടന്നുറങ്ങ. എനിക്ക് നല്ലതായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് വയ്യാഞ്ഞിട്ടായിരുന്നു, തീരെ ഒരു സുഖമില്ലാത്ത. പക്ഷെ അവർ പെണ്ണാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീട് ക്ലീനാക്കി ഇടും വേണം. അവർ കണ്ട് രാത്രി ചെയ്ത പക്ഷേക്ക് തീരെ ഇന്നലെ തൊട്ട് വയ്യായിരുന്നു. എന്നിപ്പോൾ രാവിലെ വെച്ചിട്ട് ഛർദ്ദിച്ചു. രാവിലെ ശേഷം ഭയങ്കര തലവേദനിച്ചിട്ട് എണിച്ചായിരുന്നു. പിന്നെ ഛർദ്ദിച്ചു. പിന്നെ ഇപ്പോൾ ഭയങ്കര ക്ഷീണം. എന്താണെന്നല്ല, ഭയങ്കര ക്ഷീണം. അപ്പോൾ കുഞ്ഞിൻ്റെ പെണ്ണാണ് വീഡിയോയിൽ ഇന്നലെ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ പോസിറ്റീവ്, കുറേ ആൾക്കാർ നെഗറ്റീവ് ഇട്ടു വന്നിട്ട് എത്ര ഏജായി എന്നിട്ട് ഇപ്പം കല്യാണം അയച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് പലരും പല ചോദ്യം. അപ്പം അതിനുള്ള ചോദ്യം ഉത്തരമൊക്കെ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. ചിലവർക്കത് തെറ്റായിട്ടാണ്. കുഞ്ഞിന് കുഞ്ഞിനിപ്പോൾ SLC റിസൾട്ട് വന്ന് പിന്നെ +1 +2 എഴുതിയെടുക്കാമെന്ന് പറഞ്ഞോളൂ. അത് തന്നെ അവൾക്ക് ആഗ്രഹം, ബ്യൂട്ടീഷ്യൻ ആവാനാണ് ആഗ്രഹം. അപ്പോൾ ചേച്ചിയുടെ കൂടെ വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ അവളത് കണ്ട് പഠിച്ച് അവളും വർക്കിലേക്ക് എത്തട്ടെ. അപ്പോൾ അവൾ അതാണ് തിരഞ്ഞെടുക്കാൻ മാറും. പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്തിനാ ചോദിച്ചപ്പോൾ 19 വയസ്സ്, ഒക്ടോബറിലേക്ക് 19 വയസ്സാവും. പിന്നെ ഒരു കൊല്ലം എൻഗേജ്മെൻറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചില്ല, അങ്ങനെ എന്തെങ്കിലും തീരും. ഒരു കൊല്ലത്തിലല്ലെങ്കിലും 3-4-5 മാസം 6 മാസമൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിടുള്ളൂ. കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇല്ല കേട്ടോ, ഞങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നമ്മൾ അനുസരിച്ച് ലൈഫ് നീക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുത്താൽ കുഞ്ഞ് സേഫായി എന്ന് പറഞ്ഞാൽ പിന്നെ അത് സമാധാനം. അതിപ്പോൾ 25 വയസ്സിലാണ് വെച്ചാലും 19 വയസ്സിലാണ് വെച്ചാലും ലൈഫിൽ വരണതൊക്കെ ഒരേപോലെ തന്നെ എനിക്ക് മാറ്റമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഒക്കെ വിധി, എല്ലാം വിധി, അല്ലാണ്ട് ഇപ്പോൾ നമുക്കൊന്നും പറയാനില്ല. അവൾക്ക് സമയം കല്യാണം പ്രായമായി, സമയമായി അവൾ വരും. എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ എന്നൊരു ശരിയാവും എന്തോ ഒന്നും അറിയില്ല. സെറ്റാവണമെങ്കിൽ നല്ല കാര്യം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളെ ഇഷ്ടത്തിനല്ല കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഒരു കുഞ്ഞൻ ഓക്കെ എന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് നമ്മൾ തീരുമാനം എടുത്തത്. കുഞ്ഞ് എപ്പോഴാണ് ഓക്കെ പറയണം അപ്പോഴാണ്. ചെക്കനെ ഇഷ്ടപ്പെട്ടാണ് കുഞ്ഞ് ഓക്കെ പറഞ്ഞാൽ അപ്പോൾ തന്നെയാണ് കുഞ്ഞിനെ കല്യാണം കഴിച്ചത്. ആ ആൾക്ക് തന്നെ കഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു തീരുമാനം തന്നെയാണ്. അല്ലാണ്ട് കുഞ്ഞിൻ്റെ ഇഷ്ടമില്ലാണ്ട് പിടിച്ച് കെട്ടിക്കണമെന്നൊന്നുമല്ല, അങ്ങനെ ആരും ചിന്തിക്കേണ്ട. പിന്നെ അമ്മയുടെ വയസ്സ് 15 വയസ്സ് കല്യാണം ചോദിച്ചപ്പോൾ അന്ന് നിയമം ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. 1998 കല്യാണം കേട്ടോ. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 1980 അപ്പോൾ എന്താണ് 83 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ 1998 ഞങ്ങളുടെ കല്യാണം അല്ലേ കേട്ടാ. എന്തോ ഗുളിക കഴിച്ച തല പൊന്തുമല്ലേ? സത്യം പറഞ്ഞ ചില നേരത്തെ എനിക്ക് സങ്കടം വരും. എന്താ വെച്ചാൽ ചില നിമിഷങ്ങളിൽ നമ്മൾ ചില നിമിഷത്തിൽ പഞ്ഞാണ്ടായാലും പിള്ളേരായാലും ചിലപ്പോൾ മനസ്സിലാകാത്ത നിമിഷങ്ങളൊക്കെ എല്ലാവരും ലൈഫിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവർക്കും എൻ്റെ ഗുളിക ഒരു നേരം ഇവർക്ക് ഞാൻ പൊടിച്ച് കൊടുത്താലോ നിൽക്കും. ഇവർക്കും ക്ഷീണത്തിൻ്റെ അവസ്ഥ എന്ന് പറയാനായിട്ട് എനിക്കതട്ടോ. ഗുളിക കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണവും ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് ആ ബുദ്ധിമുട്ട് നോക്കി നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അതാണ് കേട്ടോ. ഞാൻ ഇരിക്കണ്ട കേട്ടോ, ഞാൻ റെസ്റ്റ് എടുക്കട്ടോ. അപ്പോൾ അകം വരെ അടിച്ചു വേണ്ടിയിട്ട് ഇനി ഈ റൂമിൽ വൃത്തിയൊക്കെ അടിച്ചു പോയിട്ട് അടുക്കള വൃത്തിയാക്കി പിന്നെ അടുക്കള പണിയുള്ളൂ.
ഞാൻ ചെയ്തോളൂ. ഞാൻ 8 മണിയില്ലേ അത്രയും 8 മണിയുണ്ട്. അറിയില്ല, നോക്കിയില്ല. പിന്നെ ആ പണിയുള്ളതല്ലേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഒരു വെള്ളം കൊടുത്താൽ മതിയല്ലോ അല്ലേ? പാല് മേടിച്ചിട്ടാ. പാല് മേടിച്ചിട്ടുണ്ടാണോ പിള്ളേർ? അറിയില്ല, നോക്കിയോണം. അപ്പോൾ ഇനി ഉള്ളത് ആ മോട്ടർ വെച്ചിട്ടൊന്നും മുറ്റത്ത് പിടിക്കുക വേണ്ടോ? മതില് വണ്ടി എടുക്കാനായിട്ട് അപ്പോൾ അത്ര കുഴപ്പമില്ല. മതില് മഴക്കാലം മാറ്റില്ല. ഷെബിയോട് പറയാം. ഒക്കെ പൈപ്പൊക്കെ എടുത്തിട്ട് കൈകാര്യം ചെയ്യിച്ചാൽ ശരിയായി. ഇന്നലെ ഒരു പൈപ്പ് കൊടുത്ത് ചെയ്തല്ലോ. ഇന്നലെ ഒരു പൈപ്പ് കൊടുത്തിട്ട് ചെറിയ പൈപ്പല്ലേ? അറിയില്ല, ഏതൊക്കെ എടുത്തണോ അവര്. അവരെ വണ്ടി ഒന്ന് കഴുകണമെന്ന് പറയുന്നുണ്ട്. ആകെ മണ്ണിൽ ഒത്തിരിക്കണ്. ആന മണ്ണിൽ ഒത്തി പോലെ വണ്ടി ഇരിക്കണ അവരെ. വണ്ടി കാണാനല്ലേ. എന്നാലും വീണ്ടും പറ്റത് വണ്ടി ഇങ്ങനെ ചെല്ലി പിടിച്ചെടുക്കുമ്പോൾ മോശമില്ലേ? അവനാൻ്റെ വണ്ടിയാണെങ്കിൽ ചെല്ലി പിടിച്ചെടുക്കാൻ സമ്മതിക്കില്ല കേട്ടാ. കുശുമ്പ കുഞ്ഞായ്മ കുക്കുമ്പോൾ കൈ മടങ്ങിയിട്ടായിരിക്കും. അങ്ങനെ എന്തായാലും പോട്ടെ. അകമ്പേരൊക്കെ ഏകദേശം അടിച്ചൊരു കഴിഞ്ഞ് ഒതുക്കി അടിച്ചൊരു ഇട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റൂം അടക്കള കഴിഞ്ഞിട്ടാണ് ഇനി അടുക്കളയിലെ പണിക്ക് AC ഇട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യൻ ഞാൻ ഇപ്പോൾ ആ ഫാൻ ഓഫ് ചെയ്ത് ഇപ്പം ഇട്ടിട്ടുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ ഫാൻ ഇട്ടെങ്കിൽ ഭയങ്കര കരകരാന്നുള്ള ശബ്ദം. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്തതെന്ന് മാത്രം. അപ്പോഴേക്ക് അടിക്കണ കേട്ടോ നോക്കിയ മനുഷ്യൻ. അന്നേട്ടാ നിങ്ങൾ നോക്കിയ നിങ്ങൾ ചിരിച്ച അങ്ങനെ എണിച്ച് നമ്മൾ പണിയോടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ 5 മണിക്ക് എനിക്ക് വേണ്ടി അലറാനൊക്കെ വെച്ചെങ്കിലും എനിക്ക് 5 മണിക്ക് എനിക്കുള്ള 5 മണിക്ക് എണിച്ചെടുക്കുകയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസം രാവിലെ എനിക്ക് ഭയങ്കര ഛർദ്ദിച്ച് കൊണ്ട് നോക്കാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഒരു വശത്ത് ഇരുന്നും പിടിച്ചും ഭയങ്കര തലവേദന. ഇന്നലെ തുടങ്ങിയ തലവേദന കേട്ടോ. ഭയങ്കര മൈഗ്രൈൻ്റെ വേദന, വെളിച്ചം കാണാൻ വയ്യ, ശബ്ദം കേൾക്കാൻ വയ്യ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. എന്നാലും കുഞ്ഞ് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചു തുടങ്ങി അതിന് കഴിയില്ല. കുഞ്ഞ് സ്ലോ ആണ് പണി. സ്ലോ വെച്ചാൽ പതുക്കെ കാര്യങ്ങൾ ഓരോന്നും ചെയ്യും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടിച്ചു കിട്ടുമ്പോൾ അവളെ തൊടും പെട്ടെന്ന് കഴിഞ്ഞില്ലേ. ഞാൻ പിന്നെ അടിച്ചു വരികയെന്ന് വെച്ചാൽ ഞാൻ വേഗം ഒതുക്കി എല്ലാ സ്ഥലവും അടിച്ചിട്ട് കൊടുത്തു. അവള് കുറച്ച് പതുക്കി ഞാൻ അടിച്ചോടാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു 10 മണിക്കൂറുണ്ടെങ്കിൽ വീട് ഫുള്ളും വൃത്തിയാക്കി അടിച്ചോടിച്ച് ക്ലീനാക്കി ഇടും. അപ്പോൾ അതാണ് ഇവർ പതുക്കെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കാര്യം വേഗം ചെയ്തു നമ്മുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാട്ടോ. എന്താ വെച്ചാൽ കുണുക്കിന് പൊന്നു എണിച്ചിട്ട് കുറച്ച് പടക്കൽ പാത്രം ഉണ്ടാകും, അത് മോറി ചോറ് അരി അടപ്പത്തിട്ട് പൊന്നു അപ്പുറത്ത് അത് ചെയ്യുന്നുണ്ട്, കുഞ്ഞ് തുടയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അടുക്കളയത്തെ ഡ്യൂട്ടിന്നൊന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസം. സത്യം പറഞ്ഞാൽ അവർ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിൽക്കണതെന്ന് തന്നെ അറിയാത്തൊരു സാഹചര്യം. തലവേദന, ഛർദ്ദിക്കാൻ വരിക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. എന്നാലും എല്ലാം നല്ല ഭംഗി പോലെയൊക്കെ ആയി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പെണ്ണ് കാണലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എന്താ പറയുക. പിന്നെ ഇതാ നമ്മുടെ മേശയമ്മ നമ്മുടെ ഉണ്ണോട് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ വെച്ച് മെഴുക്കും കാര്യങ്ങളൊക്കെ ആക്കും. അപ്പോൾ അത് സോപ്പിട്ട് ലിക്വിഡ് ഇട്ടിട്ട് ഒന്ന് വരച്ച് കേട്ടോ. ചില്ലിൻ്റെ മേശയമ്മ അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. കൈൻ്റെ പാട്, കാലിൻ്റെ പാട്. ഇവർ കുണുക്കാൻ കുറച്ച് നേരത്തെ ഹോംവർക്കൊക്കെ ഇരുന്ന് കുണുക്കനെ രാവിലെ അയച്ചാൽ പഠിപ്പിക്കാനും ഇരുത്തിയിട്ടാണ്. എന്താ വെച്ചാൽ കുണുക്കന് 26-ാം തീയതി എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തി. രാവിലെ കുറച്ച് നേരം കുണുക്കനെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ട് എന്താ വെച്ചാൽ 26-ാം തീയതി എക്സാം ആയി കാരണം കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. എന്നാലും കുറേ നേരമൊക്കെ അതിൻ്റെ പഠിച്ച് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഹോംവർക്ക് ചെയ്യാനുള്ളതൊക്കെ വേഗം ചെയ്തത് രാത്രി ആകുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായിരുന്നു. പക്ഷേ കുണുക്കിക്ക് ഒരു കുറവില്ല കേട്ടോ. കഫക്കെട്ട് ശ്വാസം നാളെ വരെ പറഞ്ഞേക്കാൻ പറ്റും തോന്നുന്നില്ല. എന്താ വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ഇരിക്കണുണ്ടോ തീരെ വയ്യ, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ കുണുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഹോംവർക്ക് എഴുതലൊക്കെ കഴിഞ്ഞിട്ട് കുണുക്ക് കുറച്ച് നേരം അവിടെ പോയിരുന്നു. അപ്പോൾ ഈ കുഞ്ഞൻ വേഗം ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പെട്ടെന്ന് പണി കഴിക്കാന്നുള്ള ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളത് വെച്ചാൽ അവർ വരുമ്പോഴേക്കും 11 മണിയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ വരേണ്ട സമയം ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കുളിക്കുക കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ അത്യാവശ്യം ടൈം പിടിക്കും. രാവിലെ ഞങ്ങൾ ചായ തന്നെ കുടിച്ചില്ല. അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, വെള്ളയപ്പത്തിനൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു. കടലൊക്കെ വേവിച്ച, പക്ഷേ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാൻ പറ്റില്ല കേട്ടോ. വയ്യാത്ത കാര്യം
പിന്നെ നമ്മൾ സോപ്പും ചകിരിയൊക്കെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഈ പിള്ളേർ ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് തേമ്പിണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരക്കലും കഴുകലാക്കിയിട്ട് നടക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ കൂടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവരെത്തി. അപ്പം ഇവിടെ കുഞ്ഞിൻ്റെ ചായ കൊടുത്ത് വിടാമെന്ന് വിചാരിച്ച് ചായയൊക്കെ കയ്യിൽ കൊടുത്തുവിട്ടാം. പക്ഷെ അവൾക്ക് നാണയക്കണം, അവൾ തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ തന്നു. എന്തായി കുഞ്ഞിൻ്റെ പെണ്ണുകളിൽ എന്തായി ചെക്കനായിട്ട് ആദ്യമായിട്ട് ആൾക്കാർ വരുന്നില്ല. ഇത്ര അന്ന് വന്നൊരു ചെക്കണ്ടായിരുന്നു അച്ഛനും ആദ്യമായിട്ടാണ് ചെക്കനും കൂടി കാണാൻ വരുന്നത്. അപ്പോൾ നമ്മളോട് കുറേ ആൾക്കാർ കുഞ്ഞിൻ്റെ പെണ്ണ് കാണില്ല ചെക്കനെ കാണിച്ചു തരുമോ. പക്ഷേ നമുക്ക് ഉറപ്പിക്കാണ്ട് നമുക്കൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടെ കാണിക്കാത്തത്. ചില പേര് ഉടായ്പാണ്, ഒരു വെറുതെയാണെന്ന്. ഉടായ്പാണെങ്കിൽ ഞങ്ങളിത് മേടിച്ച് നേരത്തിന് യാതൊരു കാര്യം പക്ഷെ ഒന്നും വേസ്റ്റ് ആവില്ല സമാധാനമുണ്ട്. മിക്കീനാണ്ടപ്പോഴേക്ക് മനസ്സിലായി. അങ്ങനെ കഴിക്കണില്ലേ? നല്ല ഫാമിലി. നിനക്ക് ഫാദർ എനിക്കിഷ്ടായി. കുണിക്കിന് ഇഷ്ടായോ? ചേട്ടന് ഇഷ്ടായി? കുണിക്ക് അത്ര തണുപ്പില്ല. പെണ്ണ് കാണൽ കഴിഞ്ഞു. ഞാൻ ഇനി എന്താവുന്നൊന്നും അറിയില്ല, നമുക്ക് ഉറപ്പൊന്നുമില്ല. അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പെണ്ണ് കണ്ടു, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആരെയും വീഡിയോയിൽ കാണിക്കണമെന്നില്ല. ഞങ്ങൾ പെണ്ണുകളൊക്കെ കഴിച്ച് അങ്ങനെ എനിക്ക് കണ്ടോ ഞാൻ കുളിച്ചിറങ്ങിയതും അവർ വന്നു വിട്ടാ, പിന്നെ ഒന്നും ചെയ്യാൻ നിന്നില്ല. ഇതിനാണ് അച്ഛൻ തിരക്കൂട്ടിയിരുന്നത്. അച്ഛൻ നേരെ വൈകി എനിച്ച് ഞാൻ എനിക്ക് അടുക്കളയിൽ കയറുകയാണെങ്കിൽ എൻ്റെ കഴിഞ്ഞാൽ ഞാൻ അടിച്ചോരായിരുന്നു. വീട് ഒതുക്കി അടിച്ചിട്ട് കൊടുക്കുന്നു. ഇവളോണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. ജ്യൂസ് ഇല്ല, ഇനി കലക്കണം. പിന്നെ മിക്സിയിൽ തന്നാണെങ്കിൽ പിന്നെ പഞ്ചസാരൊന്ന് അടിച്ചു കൊടുത്താൽ കണ്ണലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പൊന്നു ഷെബിയും കാർത്തുമൊക്കെ പോയി. ഇപ്പം ഞങ്ങൾ മാത്രമല്ലോ കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർക്ക് ഇതുപോലെ കുഞ്ഞാ തെറ്റിദ്ധാരണ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിലാണെന്ന്. അവളും പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ മതിയെന്ന് പറഞ്ഞെങ്കിലും നമ്മളെ അവസ്ഥ ആലോചിക്കണല്ലോ. അപ്പൊ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. അതല്ല അവൾക്ക് കാര്യങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, അമ്മയ്ക്ക് വയ്യാത്താണ്, പിന്നെ ഉണ്ണിയോടുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ മോളും കൂടി കുണിക്ക് ഒരിക്കലും അടിച്ച് നിർബന്ധിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടൊന്നുമല്ല, എല്ലാവരും സമ്മതത്തിൽ തന്നെ. എല്ലാവരും സമ്മതത്തോടു കൂടി അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ കല്യാണം നടത്തുന്നത്. ഇതെന്നല്ല, അവൾ കല്യാണത്തിന് സമ്മതിച്ചത് അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ വന്ന് കണ്ടൊക്കെ പോയി. ഞങ്ങൾക്കും ഫാമിലിയെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കണ്ടപ്പോൾ നമുക്ക് അവർ ഫാമിലിനെ ഇഷ്ടമായി, അവർക്കും നമ്മൾ ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ബാക്കി അവർ ഡീറ്റെയിലും കാര്യം വിളിച്ച് പറയും. അപ്പോൾ എല്ലാം ഒരു ഭംഗി പോലെ നടക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ലപോലെ നടക്കുന്നതാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനൊരു അല്ലേ, എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല ക്യൂട്ടാണ് എല്ലാവരും. അവർ വന്നവരെല്ലാവരും ക്യൂട്ടെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരിഷ്ടപ്പെടും. നമ്മളത് നല്ല അച്ഛനായാലും അമ്മയായാലും പാപ്പനായാലും മേമയായാലും ചെക്കനായാലും നല്ലൊരു മോൻ. അപ്പോൾ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവർക്കും നമ്മളെ ഇഷ്ടപ്പെട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. എന്നാലും ഇവരെ കുറച്ച് ബഹളം കാരണമൊക്കെ ആയിരുന്നു. അത് ഉണ്ണോളല്ല വീട്ടുകളൊക്കെ അങ്ങനെയായിരിക്കും. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണവർ തന്നെയാണ്. കുട്ടികളുടെ വീട് എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റേതായ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ പെണ്ണാണെന്നിപ്പം അവർ ഭയങ്കര അതിശയത്തോട് കൂടിയിട്ടാണ് കുണിക്കിന് നോക്കണത്. എന്താ വെച്ചാൽ മേമയൊക്കെ എന്താ വെച്ചാൽ ഇവരുടെ മുഖത്താണ് ഭയങ്കരമായിട്ടുള്ള ഇനി അടുത്തത് എന്താണെന്നുള്ള ഒരു ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫേസ് ഇവരുടെ. അപ്പോൾ മേമ ഇവരുടെ നോക്കിയായിരുന്നു. കുണിക്കിയുടെ ഫേസ് കുണിക്കനും പിന്നെ ചെക്കൻ വന്ന് പെണ്ണ് കാണാൻ വന്നതൊക്കെ ഇവർ ഭയങ്കര ഒരു ഇതിലായിരുന്നു കേട്ടോ. ഞങ്ങളും അതുപോലെ ഭയങ്കര ഇതായിരുന്നു. എന്താ വെച്ചാൽ അച്ഛനും അമ്മയും ഒരു കൂട്ടർ വന്നിട്ടുണ്ടെങ്കിൽ ചെക്കൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ തോന്നുന്നത്. ഇനിയിപ്പോൾ എൻ്റെ പോലെ എൻ്റെ മോൾക്ക് യോഗ എന്നല്ല, എൻ്റെ ലൈഫിലും ജീവിതത്തിലും ആദ്യം എനിക്ക് എൻ്റെ പെണ്ണാണ്. അതൊരു അച്ഛനും അമ്മയാണ് കേട്ടോ. അച്ഛനും അമ്മയും നേരത്തെ ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അച്ഛമ്മ കുണിക്ക് എൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു മോളടക്ക. അപ്പോൾ ആ അമ്മേനെ അടുക്കളയിൽ വന്ന് കാണുകയും ചെയ്തിട്ട് അവർ ഞാൻ ഹാളിലേക്ക് അങ്ങനെ. പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പെണ്ണാണ് വന്നത്. അപ്പോൾ ഞാൻ അച്ഛനും അമ്മയും കഴിഞ്ഞ ശേഷം ചെക്കനായിട്ട് ആദ്യമായിട്ട് വന്നത് അന്വേഷണമാണ് കേട്ടോ. എൻ്റെ അച്ഛനാണ് ആദ്യമായിട്ട് എൻ്റെ പെണ്ണ് ചെക്കനായിട്ട് വേണം വന്നത്. പിന്നെ ഒരു അച്ഛനും അമ്മയും തമ്മിൽ അതും ആകെ രണ്ടാമത്തെ അത് കൂട്ടാൻ രണ്ടാമത്തെ ചെക്കനായിട്ട് വേണമെങ്കിൽ ഒന്നാമത്തെ ചെക്കനെ ഞാൻ എന്നെ കണ്ടത്. അപ്പോൾ എൻ്റെ മോൾക്ക് അത് തന്നെയാണോ യോഗ എന്ന് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും നമുക്കും ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ
നമ്മുടെ മക്കൾക്ക് എന്താണ് അങ്ങനെ നമ്മുടെ തീരുമാനമുണ്ട്. നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചുമ്പോൾ എല്ലാ പേരൻസിനുള്ള ആദ്യം ആവലാദ്യം കാരണമൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഒരുപാട് ദൂരം ഇല്ലെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് ദൂരെ വരെ കല്യാണം കഴിച്ചു വിടുമ്പോൾ എനിക്ക് ടെൻഷൻ എന്താ വെച്ചാൽ നമുക്ക് കാണാൻ പോകാനോ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളെന്നും ഈ ഒരു ചെറുപ്പത്തിലും കാര്യത്തിൽ വയസ്സാകുമ്പോൾ നമ്മുടെ മക്കളെ കാണാൻ പോകാനൊക്കെ ഒരുപാട് ദൂരം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരാളെല്ലാവരും ചിന്തിക്കുന്നതല്ല, എൻ്റെ ചിന്താഗതികളാണ്. ഒക്കെ ശരിയാവുന്നില്ല. അപ്പോൾ നമ്മുടെ മക്കളെ കാണുന്നത് നമുക്കൊന്ന് ഓടി എത്തണമെങ്കിൽ ഒരുപാട് ദൂരമില്ലാത്ത സ്ഥലമാവണം. അപ്പോൾ ഒരുപാട് ദൂരമൊന്നും നമ്മുടെ അടുത്ത് തന്നെയാണ്. നേരെ 27-28 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ എന്നൊക്കെ തോന്നുന്നത് ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഓക്കെ ആയി എന്നാണ് തോന്നുന്നത് അല്ലേ. ഇനി അവരുടെ അവിടേക്ക് പോകണം, നമുക്കും അവരെ കണ്ട്. വേറെ ഒന്നല്ല, ജസ്റ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചടങ്ങാണല്ലോ. ആ ചടങ്ങ് പോലെ നടക്കട്ടെ, ഭംഗി പോലെ നടക്കട്ടെ ഞാൻ. അപ്പോൾ എന്തോ ഒരു സ്വപ്നം പോലെ തോന്നിട്ട് നോക്കാം അല്ലേ. പെട്ടെന്നായിരുന്നു, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാനും മിഞ്ഞാന്ന് വരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇന്നലെ ഒരു ദിവസം ഉണ്ടല്ലേ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു പെണ്ണ് കാണല് വരും ഇങ്ങനെ ഉണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എല്ലാരും നിങ്ങള് വെറുതെ പറയണോന്നോളെ പറയണോ അത് ഞാൻ കാണിക്കലും. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തായാലും ഇതാണെങ്കിലും ഏതായാലും കുഞ്ഞിൻ്റെ യോഗമാണ്. നമ്മളൊക്കെ മനസ്സിലോണ്ട് ഇഷ്ടമാണ് കേട്ടോ. അതൊരു കാര്യം. എന്നാലും നാളെ എന്തായാലും ചെക്കനെ കാണിച്ച് തരും, അതുകൊണ്ട് വിഷമിക്കണ്ട. കുഞ്ഞിൻ്റെ ചെക്കനെ നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരും. ഞാൻ ആരായാലും കുഞ്ഞിൻ്റെ ചെക്കനെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ കാണിച്ചു തരാണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫാമിലിക്ക് ഒരാളും കൂടി കൂടല്ലേ നമ്മുടെ ഫാമിലിക്ക്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഇരിക്കുകയാണ്. അപ്പോൾ ചെക്കൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ഫാമിലി കൂടി നമ്മുടെ വീട്ടിലേക്ക് വരണം. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയിലും നമ്മുടെ ഫാമിലിക്കാണ് പോവാം. സംസാരിക്കാനൊക്കെ നല്ല ക്യൂട്ടാണ് അമ്മ. കുഞ്ഞിനൊന്നൊന്നല്ല, സുന്ദരി അമ്മ. അങ്ങനെയാണെങ്കിൽ സുന്ദരി അമ്മേനെയാണ്, ഒരു അമ്മേനെയും കൂടിയാണ് കുഞ്ഞിന് കിട്ടാൻ പോകുന്നത്. വളരെ ഒരു അമ്മ സുന്ദരി ഉണ്ട്, അടുത്തത് സുന്ദരി അമ്മേനെ കൂടി കിട്ടും. അങ്ങനെ അപ്പോൾ അത്ര വലിയ മോനെ അമ്മയൊന്നും തോന്നില്ല അല്ലേ. ക്യൂട്ടാണ്, നല്ല രസമുണ്ട്. നല്ലൊരു ചെറിയ ഫാമിലി. ഞങ്ങൾ അത് നോക്ക്, ഞങ്ങളുടെ ഈ അമ്മയുടെ ഫാമിലി അതൊരു ചെറിയ ഫാമിലി, വലിയൊരു ഫാമിലി. അപ്പോൾ രണ്ടും കുഞ്ഞിനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഡെപ്താക്കി വെച്ചു. പക്ഷെ കൊടുക്കാൻ മറന്നു. അപ്പോൾ ഇവിടെ എന്താ യോഗം നല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി കൊടുക്കാമല്ലോ. ഇതാണെങ്കിൽ നമുക്ക് കഴിക്കാൻ കൊടുക്കാം. ചേട്ടനോടുത്ത് പോവാ നമുക്ക്. അനേട്ടാ എന്ത് ചെയ്യണ്? നിങ്ങൾ വാനേട്ടാ, നിങ്ങളെന്താ രാത്ത് വായൊന്നും ഇട്ടിട്ട് ഷർട്ട് ഊരി നാട്ട് ഇങ്ങോട്ട് വാങ്ങണ്ട. കപക്കെട്ട അയക്കാനും അച്ഛനും മിണ്ടാൻ താല്പര്യമില്ല. വീഡിയോ എടുക്കാൻ സംസാരിക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടുണ്ട്. ഇന്നലെയൊക്കെ ഫുള്ളും കിടപ്പ് തന്നെയായിരുന്നു. എല്ലാവരും നിമിത്തമല്ലേ സെറ്റ് ഞങ്ങൾ വിചാരിച്ചില്ല സെറ്റ് ശരിയാക്കണം. ഒക്കെ ഒരു നിമിത്തമല്ല പെട്ടെന്നൊക്കെ ശരിയാക്കിയിട്ട് നന്നായി ശരിയാക്കി അല്ലേ. സെറ്റ് ശരിയാക്കി നന്നായല്ലേ. ആ രണ്ട് മഞ്ഞക്കിളികളുടെ നടുവിലാണ് മാടപ്രാവ് അതിനായിരിക്കുന്നത്. ഒരു കരിഞ്ഞ കാക്കരിക്കുന്നുണ്ട്. മോശം ഈ ഡ്രസ് ഇട്ടെന്താ ഒരു മോശമില്ല, നമ്മളെന്താന്നുള്ളത് അവർക്ക് അറിയാം. നിറച്ച് ചുതാറായി. ഞാൻ കയ്യിൽ കിട്ടി വേർത്തിട്ടു, അതുകൊണ്ടായിരുന്നു കുഴപ്പമില്ല. അതാണ് ഇത് ഞാൻ ഉപേക്ഷിക്കാണ്ടിരിക്കുന്നത്. കരിഞ്ഞ കാക്കയുടെ ഇടയിൽ കൊക്കുണ്ട്, വെള്ള കൊക്കുണ്ട്. എന്തായി ഫാമിലി ഇഷ്ടമായി? ഫാമിലി ഇഷ്ടമായി. ഞാൻ 2 ദിവസമായിട്ട് വളരെ ഡള്ളായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് കഫക്കെട്ട്, ശ്വാസം മുട്ട്, ഒരു നെഞ്ചടപ്പ്. ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചു. അപ്പം ആദ്യം എനിക്ക് അസുഖം വന്നാൽ ഞാൻ ഭയങ്കര വയലൻ്റാണ്. സൈലന്റ് അല്ല. എനിക്കൊക്കെ അസുഖം അല്ല, ഞാൻ എനിക്കറിയാം എനിക്ക് വയ്യാണ്ട് എന്നെ നിയന്ത്രിക്കാൻ പറ്റാറില്ല. സുഖമായിട്ട് കിടന്നു നമ്മളടുത്ത് വയലന്റ് ആവും.
അസുഖം കണ്ടുകൂടാ. അസുഖം കുട്ടികളായാലും വലിയ അസുഖങ്ങളൊക്കെ വന്നു. ആ മരുന്ന് കഴിക്കാണ്ടിരിക്കുമ്പോഴേ ഞാൻ കറക്റ്റ് മരുന്ന് കഴിക്കുന്ന ആളാണ്. അവരെ കഴിക്കാണ്ടാകുമ്പോ അസുഖങ്ങള് എന്നിട്ട് അച്ഛൻ വയലന്റ് ആണോ? എന്തിനാ അച്ഛൻ വയ്യാണ്ടായി? എനിക്ക് വയ്യാണ്ട് ഇപ്പൊ പിന്നെ ഞാൻ അവിടെ കിടക്കുക, സുഖമായിട്ട് കിടക്കുക. അപ്പൊ എനിക്ക് ചില കാര്യങ്ങൾ പറ്റാണ്ട് വരും. ചില കാര്യങ്ങൾ എനിക്ക് പണികൾ ചിലത് ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ അതൊന്നും എനിക്ക് പറ്റാണ്ട് ആകുമ്പോ തന്നെ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി പറ്റാണ്ട് വരും. ദേഷ്യം വരുമ്പോ മനസ്സിലായ. അപ്പൊ ആൾക്കാരേക്ക് ചെക്കനോട് പെണ്ണാണ് വെള്ളത്തോട് അതൊന്നും വിചാരിക്കില്ല. ഞാൻ അവരുടെ വീട്ടുകാരോട് അങ്ങനെ ആരെയോടും ശ്വാസം മുട്ടും തൊണ്ടക്കാരും അച്ഛനെ സംസാരിക്കുമ്പോ അവർക്ക് മനസ്സിലാവില്ല ഞാൻ പറയണത്. ശബ്ദം അടഞ്ഞ അങ്ങനത്തെ ഒക്കെ കൊറേ ചിന്ത. കഴിഞ്ഞ പ്രാവശ്യമാതിരി അത്ര ബുദ്ധിമുട്ടുണ്ടായി. ചെവി അടഞ്ഞിട്ടില്ല. കാരണം ഒരു പൊടി സമാധാനം. ചെവി എങ്ങനെ അടച്ചിണ്ടാ? ഇത് മാറി കുളിച്ചപ്പ ചെവി അടയും. ഞാൻ എങ്ങനെ വെച്ചാൽ ഞാൻ അതൊന്നും ആലോചിക്കില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കുമ്പോ അസുഖം വരും ചിന്തിക്കും. അങ്ങനൊക്കെ ചിന്തിക്കും. ഞങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത ആൾക്കാരാ. അച്ഛൻ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ചിന്താഗതികൾ ഒരുപാട് കൂടുതലാണ് ഞങ്ങൾക്ക്. ഇപ്പൊ 2 ബന്ധുത വന്നത്. അതിൽ ഒരു ബന്ധുത നമുക്ക് ചെക്കനെ നമ്മൾ ഫോണിലെ കണ്ടിട്ടുള്ളൂ, ഫോൺ വഴി കണ്ടിട്ടുള്ളൂ. ഒരു ചെക്കന്ന് അല്ല മോൻ എന്ന് പറയാം അല്ലേ? ചെക്കെന്ന് പറയാൻ പാടില്ല. മോൻ 2 മക്കള്, 2 ബന്ധുവിൻ്റെ 2 മക്കൾ. അതിലത്തെ ഒരു മോൻ ഇന്ന് വന്നു. അപ്പോൾ നമ്മൾ മോനെ ഇഷ്ടമായി, മോൻ്റെ ഫാമിലി ഇഷ്ടമായി. മറ്റേത് ഇഷ്ടക്കുറവുകൊണ്ടല്ല. അപ്പോൾ അത് ഓരോന്നിനും ഓരോ യോഗമാവും. ആദ്യം ഇവർ വന്നു, അവരെ കണ്ടു വർത്താനം പറഞ്ഞു, അവരുടെ ഫാമിലി വർത്താനം പറഞ്ഞു എടുത്തു, സംസാരിച്ചു. അപ്പൊ അല്ല അത് പല വീട്ടിലുണ്ടല്ലോ. അങ്ങനെ ഒരു ഞായറാഴ്ചയൊക്കെ 2-3 ആൾക്കാർ വരും. അപ്പം അതിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അത്രേ ഉള്ളൂ. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാ. അതൊന്നും നമ്മുടെ എല്ലാം യോഗമാണ് അല്ലേ നേട്ടാ? എല്ലാം യോഗത്തിനോട്ട് 1000 ഇടപെട്ട് ആ റൂമിൽ 1000 എടുത്ത് ആ ഇടാൻ പോയിട്ട് നമ്മളെ പോലുള്ള സാധാരണ ഫാമിലി ആകുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. നമുക്ക് അതാണ് നമ്മളെന്ത് സംസാരിക്കാനൊക്കെ പറ്റി നമ്മളെന്തും തുറന്നു പറയണ ആൾക്കാരാ. എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു. മേമയായാലും പാപ്പനായാലും. ഞാൻ അങ്ങനെ പറഞ്ഞാട്ടെ, ചെക്കൻ്റെ മേലും പാപ്പനാണ്, നമുക്കത് വിളിക്കാൻ പറ്റില്ല. എന്നാലും പേരും വിളിക്കാൻ തോന്നില്ല. എന്നാലും പേര് വിളിക്കാല്ലേ. അനിയനെ നീച്ചല്ലേ വരിക, അനിയനെ നീറ്റായിട്ട് വരിക. ആ പിന്നെ ചേട്ടനും ചേച്ചി. ഞാൻ ഒന്നും ചോദിച്ചില്ലെങ്കിൽ എല്ലാരോടും പേരൊക്കെ ചോദിക്കാറുള്ളത്. അനിയന്റെ പേരും ചോദിച്ചില്ല. പിന്നെ നമുക്ക് ആകെ എന്തോ ആദ്യമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഞങ്ങള് ഇതായിപ്പോയി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ. തിരക്കാവാൻ കാരണം ഞങ്ങൾ ഈ വീട്ടിലെ ഏറ്റവും മെയിൻ ആൾക്കാർ 2 ആൾക്കാർ രാവിലെ ഭയങ്കര ഓക്കാനും എനിക്ക് വരുന്നുണ്ട്. സത്യമായിട്ട് ഉണ്ണിക്ക് എന്താ തോന്നിണ്ടാവും എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ട് എനിക്ക് വരുന്നുണ്ട്. ഞാൻ ഞാൻ വാഷ് ബേസിന്മ കിടന്നു ഛർദിച്ചിലേക്ക് തീരെ പറ്റുന്നില്ല. അവിടെ എങ്ങനെയാണ് എത്തിയത് ഉണ്ണിക്ക് തോന്നി ചോറിലേക്ക് രാത്രി തൊട്ട് ഞാൻ ഉറങ്ങിയിട്ടേക്ക് ഗുളികകളുടെ ഭയങ്കര സെഡേഷനും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഗുളിക കഴിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പഴും ശരിയായിട്ട് തോന്നിച്ചിങ് അത് ഒന്ന് തോന്നി. ഞാൻ അല്ലെങ്കിൽ 2 ദിവസം ഞങ്ങൾ കിടക്കാം. പിന്നെ ഒരു കാര്യം ഉണ്ട്, അമ്മയ്ക്ക് വയ്യാണ്ടായാലും അപ്പൊ വേറൊരു ക്യാരക്ടറാണ്. അമ്മക്ക് തലവേദനയൊക്കെ അത് തലവേദന, അത് മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം. ശബ്ദങ്ങൾ ഇഷ്ടപ്പെടില്ല, വെളിച്ചങ്ങൾ ഇഷ്ടപ്പെടില്ല. ഇവരൊക്കെ വയ്യാണ്ടായി ചീത്ത വിളിക്കണമല്ലോ. ഞാൻ മാത്രം വയ്യാണ്ടായ സാധാരണ വയ്യാണ്ട വണ്ടിന് ചീത്ത വിളിക്കുന്ന കാരണമാവില്ലേ? ഓൾറെഡി ചീത്ത വിളിക്കുന്ന ആളായി. അപ്പൊ എന്തായാലും പറഞ്ഞ് ബോറടിപ്പിക്കില്ല. അപ്പോൾ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ആരും ഫേക്കും കാര്യങ്ങളൊന്നുമല്ല. ഇനി ഇത് നല്ലപോലെ വരികയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് ഓരോന്ന് കാണാം. നമ്മുടെ കുഞ്ഞിൻ്റെ നിങ്ങൾ ആരും നെഗറ്റീവായിട്ട് എടുക്കല്ലേ. ഒന്ന് ബഹളം വെക്കാതെ. എല്ലാരും പറഞ്ഞിട്ട് അവൾ പഠിച്ച് ജോലി ഇട്ടിട്ട് പഠിക്കാനും ജോലി ഇട്ടൊന്നും ഒരു തടസ്സമല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചും വർക്കിന് അറിയുന്നതൊക്കെ ഞാൻ അതിന് ശേഷം. കല്യാണം കഴിഞ്ഞ അവൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഉണ്ണികളെ ഒന്ന് പറയണ കേക്ക്. അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഇപ്പൊ കുഞ്ഞിന് ഇഷ്ടം
പൊന്നേച്ചിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുന്നതിന് ഇഷ്ടം. അപ്പോൾ അവൾ പൊന്നിൻ്റെ കൂടെ വർക്ക് പഠിക്കാനും കാര്യമൊക്കെ അവൾ പോകുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ അവരോട് പണ്ട് ഇങ്ങനെ മോൾക്ക് ഇതാണ് ഇഷ്ടം, മോള് പറിക്കാൻ. അപ്പോൾ ആയിക്കോട്ടെ, മോൾ വർക്ക് ചെയ്യണോണ്ടൊന്നും ഞങ്ങൾക്കൊരു വിഷമമില്ല, കാര്യങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ല. അവൾക്ക് എന്താ ഇഷ്ടമായിച്ചാൽ അവൾ ചെയ്യട്ടെ എന്ന് തന്നെയാണ് അവരും പറയണത്. അപ്പോൾ അവൾക്ക് അറിയാം ജോലി വേണം, ജീവിക്കാൻ എല്ലാം അറിയണം. എന്താ കാലത്തിനനുസരിച്ച് നമ്മളോടുണ്ടെന്ന് പറഞ്ഞാൽ അവൾക്കറിയാം. ഒരാൾ സമ്പാദ്യം 10 രൂപ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ പിന്നെ വീട്ടിൽ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, അച്ഛനും അമ്മ ഈ മോനും. ഇനിയിപ്പോൾ ഭാഗ്യത്തിൽ ഇവിടാണ് കയറി പോണ ചെയ്യുന്നത്. അച്ഛനും അമ്മാമി ഈ കുഞ്ഞൊരു ഫാമിലിയാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് നിർത്തിയാലോ. അപ്പം ഫേക്കും കാര്യങ്ങളൊന്നുമല്ല, സത്യസന്ധമായിട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. കുളിക്കാം പിന്നെ കാണാവുന്ന ചെക്കനാണ്ടാ ഇഷ്ടമായ ചേട്ടൻ എവിടെ ഇരുന്നേന്ന്? ഇവിടെ ഇരുന്ന് കുണിക്കണ്ട ഇഷ്ടമായ? സൂപ്പറാ. എന്റെ അടുത്തേക്ക് ഒരു വട്ടം വരും, എന്നോട് ഓരോന്ന് പറയും. എന്നിട്ട് അവരോടൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടോ പിന്നെ നാളായിട്ട് അവിടെ ഇരിക്കുന്ന. അവള് പോയിട്ട് പിന്നിന്റെ അടുത്ത് പോയിട്ട് പിന്നിനെ വിളിച്ചപ്പോ പിന്നിനെ നാളെ അതോടെ പിന്നെ വരാത്ത നാണായിട്ട് ഇരിക്കണെന്നൊക്കെ പോയി പറഞ്ഞോള്. എന്നിട്ട് പറയാ ഒരു പോണേ തരാം പിന്നിനെ കൊണ്ടുപോണില്ലേ, പിന്നിനെ കൊണ്ടുപോണില്ലേ നിങ്ങള്, പിന്നിനെ കൊണ്ടുപോണില്ലേന്ന് വെച്ച്. പിന്നിനാണ് കുണിക്ക്. പിന്നെ പോകുമ്പോഴാണ് അച്ഛനും അമ്മയും കുണുക്കനും കുണിക്ക് ഒറ്റയ്ക്കാവും അല്ലേ? നിങ്ങൾ ദുബായിക്കോ? അച്ഛനെ ദുബായിക്കോ? കുഞ്ഞിനെ കല്യാണം അയച്ചു വിടും. എന്നിട്ട് അച്ഛനും അമ്മയും കുണുക്കൻ ദുബായി പോകും. ഓക്കെ സെറ്റ് ഫ്ലൈറ്റിൽ. ദുബായ് അവർക്ക് ദുബായ് ആണ്. എന്നിട്ടാണ് ഈ ദുബായിനെ ഇഷ്ടപ്പെടുന്നത്. എന്ത് ദുബായ് പോയത്ര ഇഷ്ടം? എല്ലാവരും പോണ്ടേ? തീയക്കുട്ടീനെ കണ്ടിട്ടാണ് ഫ്ലൈറ്റ് പോകാൻ വന്നിട്ടാണ് കേട്ടോ. തീയക്കുട്ടി 3 പ്രാവശ്യം ഫ്ലൈറ്റ് കയറി. തീയക്കുട്ടിയുടെ വീടിന് കാണലാണ് ഇപ്പോഴും പണി. അപ്പൊ അങ്ങനെ അപ്പൊ പോയാ അപ്പൊ പോട്ടെ. തീയക്കുട്ടി ചേച്ചിയത് എപ്പോഴും പറഞ്ഞു. അപ്പൊ ചേച്ചി മൂത്തതാണ്. ബൈ. ബൈ.